ഏത് മുറിവിനെയും സുഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് സ്നേഹം. ഉപാധികളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക. നമ്മുടെ നിറത്തെ, നമ്മുടെ കൈകളെ, നമ്മുടെ കാലുകളെ, നമ്മുടെ മുഖത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, ചിന്തകളെ, ശരീരത്തെ, ആരോഗ്യത്തെ നന്നായി സ്നേഹിക്കാൻ പഠിക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലെ എല്ലാവരെയും, നമ്മുടെ പാരൻസിനെ, ഭാര്യ, ഭർത്താവ്, മക്കളെ, സഹോദരി, സഹോദരന്മാർ എല്ലാവരെയും, ഇവിടെയെല്ലാം അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം. ഉപാധികളില്ലാത്ത സ്നേഹം. ഒന്നും നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കരുത്. ഇപ്പോഴത്തെ സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉപാധികളുണ്ട്, ടേംസ് ഉണ്ട്, അല്ലെ? ടേംസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകും? ഒന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പോ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഫ്രണ്ട് കൂടി ഒരു ദിവസം ഹോട്ടലിൽ കയറി എന്ന് വിചാരിക്കാം. ഇന്ന് ഞാനൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവൻ ഇങ്ങോട്ട് വാങ്ങിച്ചു തരും. കാരണം അത് കണ്ടീഷണൽ, അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണൽ. ഇന്ന് എനിക്ക് ബിരിയാണി, അടുത്ത ദിവസം നീ എനിക്ക് ബിരിയാണി. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ, അവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലാണ്, അതാണ് യഥാർത്ഥ സ്നേഹം. അതുപോലെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് പുഞ്ചിരി. എല്ലാവരോടും നമ്മൾ സംസാരിക്കുന്നത്, പെരുമാറുന്നത് എല്ലാം ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയായിരിക്കും. ഇത് മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്. എല്ലാവരോടും നന്ദി ഉണ്ടായിരിക്കണം. ഫോർഗീവ്നെസ് പറഞ്ഞു, മാപ്പ് കൊടുക്കാനും മാപ്പ് ചോദിക്കാനും ഞാൻ പറഞ്ഞു. അൺകണ്ടീഷണൽ, ഇവിടെ പരിധിയില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവസ്ഥകളനുസരിച്ചും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഏത് മുറിവിനെയും ഉണക്കാൻ പറ്റുന്നതാണ് സ്നേഹം എന്ന് പറയുന്നതാണ്, അല്ലെ? നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിച്ചാൽ തന്നെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അപ്പോ നമ്മൾ ആദ്യം സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അൺകണ്ടീഷണൽ ലവ്. ഒരാളിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട, ഉപാധികളില്ലാത്ത സ്നേഹവുമായി ബന്ധപ്പെട്ട വീഡിയോസ് വരും. ഓക്കെ, ഇപ്പൊ തൽക്കാലം നിർത്തുന്നു. എൻ്റെ രാവിലെ യോഗ വിത്ത് വർക്കൗട്ട് സെഷൻ തന്നെ നമ്മൾ മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും ആരോഗ്യത്തെയും കണക്ട് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്കറിയാം, ശരീരത്തിലെ വ്യായാമം പോലെ മനസ്സിലെ വ്യായാമം പോലെ നമ്മൾ നൽകുന്നു. ഒരു വ്യക്തി എങ്ങനെ നല്ല എനർജിയോടെ മുന്നോട്ട് പോവാം എന്ന രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, ഇത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. കൂടുതലായൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാര്യം മനസ്സിലാവും. അൺകണ്ടീഷണൽ ലവ്, ഉപാധികളില്ലാത്ത സ്നേഹം, അത്രമാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു.